ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഏത് കർമ്മവും ചെയ്യേണ്ട സമയത്ത് ചെയ്താൽ മാത്രമേ അതിന് ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ. ആ സമയത്ത് എത്ര മഹത്തായ കർമ്മം ചെയ്താലും അതിൻ്റെ ഫലം വിപരീതമായിരിക്കും. എന്നാൽ സമയത്ത്, കാലത്തിനും സമയത്തിനും അനുസരിച്ച് നിസാരമായ ഒരു കർമ്മം ചെയ്താലും അതിന് നല്ല ഫലമായിരിക്കും ലഭിക്കുക. അതാണ് ഇവിടെ പറയുന്നത്. ഒരാൾ വീടിന് തീപിടിച്ച സമയത്ത് കിണർ കുഴിക്കാൻ പോയി. വല്ല പ്രയോജനവുമുണ്ടോ? അത് അയാൾ കിണർ കുഴിച്ച് വെള്ളവുമായി വന്നപ്പോഴേക്കും വീട് വെണ്ണീറായി. അതുപോലെ നമ്മുടെ ജീവിതം, ഈ ശരീരം നഷ്ടപ്പെടുന്നതിന് മുമ്പേ അറിയേണ്ടത് അറിയണം, നേടേണ്ടത് നേടണം. അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യുക തന്നെ വേണം. അസമയത്തായാൽ ഒന്നും തന്നെ ഫലപ്രാപ്തിയിൽ എത്തുകയില്ല. അതാണ് പറയുന്നത്, ഉടൽ വെടിയും മുമ്പേ നമ്മൾ സ്വയമാരെന്നറിയുക വേണം. ഉടൽ വീണു കഴിഞ്ഞാൽ കഷ്ടം, ഒരു ജന്മം വെറുതെ നഷ്ടം. ഈ ഉടൽ, ഈ ശരീരം രോഗഗ്രസ്തമാകുന്നതിന് മുമ്പേ നമ്മൾ അറിയേണ്ടത് അറിയണം. ഇത് ആരോഗ്യം എന്നും നമുക്കുണ്ടായി എന്ന് വരില്ല. വാർദ്ധക്യം വരാൻ വേണ്ടി കാത്തിരിക്കരുത്. വാർദ്ധക്യമാവുന്നതിന് മുമ്പേ തന്നെ രോഗഗ്രസ്തം ആയി എന്ന് വരാം. അപ്പോഴും നമുക്ക് ഒന്നും നേടാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഉടൽ വെടിയും മുമ്പേ നമ്മൾ സ്വയമാരെന്നറിയുക വേണം. ഈ ഉടൽ, ഈ ശരീരം പ്രവർത്തനക്ഷമം അല്ലാതെ ആകുന്നതിന് മുമ്പേ നമ്മൾ ആരാണ് എന്ന പരമസത്യം അറിയണം. ഇപ്പോൾ നമ്മുടെ ധാരണ നമുക്ക് നമ്മെക്കുറിച്ച് നല്ല അറിവുണ്ട് എന്നാണ്. നാം ധരിച്ചു വച്ചിരിക്കുന്ന അറിവല്ല നമ്മുടേത്. യഥാർത്ഥത്തിലുള്ള നമ്മെ നാം ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ നാം ഈ പരിമിതമായ ബന്ധനസ്ഥനായ ഒരു വ്യക്തിയായിട്ടാണ്, ഈ ദേഹമായിട്ടാണ് കാണുന്നത്. ദേഹം സ്ത്രീയാണെങ്കിൽ ഞാൻ സ്ത്രീയാണ്, ദേഹം പുരുഷനാണെങ്കിൽ ഞാൻ പുരുഷനാണ്. ഇങ്ങനെ വൃദ്ധരായിട്ടോ യൗവനയുക്തരായിട്ടോ കുട്ടിയായിട്ടോ സ്ത്രീയായിട്ടോ പുരുഷനായിട്ടോ ഒക്കെയാണല്ലോ നമ്മളെ കാണുന്നത്. പക്ഷേ ഇതല്ല നമ്മൾ. ഇതിനപ്പുറം മഹത്തായ ഒരു ശക്തി വിശേഷം നമ്മളിൽ ഓരോരുത്തരിലുമുണ്ട്. അത് ഈ ശരീരം വീഴുന്നതിന് മുമ്പേ അറിയണം. ഉടൽ വെടിയും മുമ്പേ നമ്മൾ സ്വയമാരെന്നറിയുക വേണം. ഉടൽ ഉപേക്ഷിക്കുന്നതിന് മുമ്പേ ഈ ശരീരം ഉള്ളപ്പോഴേ ഇതറിയാൻ പറ്റുകയുള്ളൂ. അതാണ് ശരീരത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. കായം നല്ലൊരു കപ്പൽ, മായാ സംസാര സാഗരം താണ്ടാൻ. ആയതിനെ നോക്കി, ഈ ഒരു കപ്പലാണ് നമ്മുടെ ഈ ശരീരം. ഈ മായയാകുന്ന, അജ്ഞാനമാകുന്ന ഈ സാഗരത്തെ തരണം ചെയ്യാനുള്ള ഒരു കപ്പലാണ് ഈ ശരീരം. അതുകൊണ്ട് ഈ ശരീരത്തെ നമ്മൾ വേണ്ടതുപോലെ സംരക്ഷിക്കണം. ശരീരം ആദ്യം ഖലു ധർമ്മസാധനം. സംരക്ഷിക്കപ്പെടേണ്ടതിൽ ഏറ്റവും പ്രധാനമായത് നമ്മുടെ ശരീരമാണ്. ഈ ശരീരത്തെ ആരോഗ്യത്തോടു കൂടി നാം നിലനിർത്തേണ്ടതാണ്. പക്ഷേ നമ്മുടെ മനസ്സ് വികാരങ്ങൾക്കടിമപ്പെട്ട് ശരീരത്തെ ശിക്ഷിക്കുകയാണെങ്കിൽ ആ ശിക്ഷ നമ്മൾ അനുഭവിച്ചേ പറ്റൂ. അതിനാൽ നമ്മൾ ഒരിക്കലും ശിക്ഷയ്ക്ക് വിധേയർ ആകാത്ത വിധത്തിൽ വിവേകപൂർവം ശരീരത്തെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കണം. എന്തിനു വേണ്ടി? താൻ ആരാണ് എന്ന് അറിയാൻ വേണ്ടി.
അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യവും. ഉടൽ വീണു കഴിഞ്ഞാൽ കഷ്ടം, ഒരു ജന്മം വെറുതെ നഷ്ടം. ഈ ഉടൽ വീണു പോയി കഴിഞ്ഞാൽ കഷ്ടം, നമുക്കൊരു ജന്മം നഷ്ടമായിപ്പോയി. ഈ ജന്മം കൊണ്ട് ഒന്നും നേടാൻ സാധിച്ചില്ല എന്ന പശ്ചാത്താപമായിരിക്കും ആ വ്യക്തിക്ക് ഉണ്ടാവുക. അതാണ് ഉടൽ വെടിയും മുമ്പേ നമ്മൾ സ്വയമാരെന്നറിയുക വേണം. ഉടൽ വീണു കഴിഞ്ഞാൽ കഷ്ടം, ഒരു ജന്മം വെറുതെ നഷ്ടം. ഈ സുഭാഷിത രത്നത്തെ നമ്മൾ നിരന്തരം മനനം ചെയ്യേണ്ടതാണ്. അത്രയും പ്രാധാന്യം ഏറിയതാണ് നമ്മുടെ ഈ ജീവിതം, ഈ ശരീരവും. അതുകൊണ്ട് ശരീരത്തെ തീറ്റിപ്പോറ്റലല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യം. ശരീരത്തെ തീറ്റിപ്പോറ്റുന്നത് തൻ്റെ സ്വരൂപത്തെ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. താൻ ആരാണെന്ന പരമസത്യം അറിയാൻ പറ്റിയ ഉപകരണമാണ് മർത്യദേഹം. മനുഷ്യ ശരീരം കൊണ്ട് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. ഒരു പട്ടിക്കോ പൂച്ചയ്ക്കോ നായ്ക്കോ ഇത് സാധ്യമേ അല്ല. ഉടൽ വെടിയും മുമ്പേ നമ്മൾ സ്വയമാരെന്നറിയുക വേണം. ഉടൽ വീണു കഴിഞ്ഞാൽ കഷ്ടം, ഒരു ജന്മം വെറുതെ നഷ്ടം.